ഇറങ്ങിയാൽ മാത്രമേ ഇവനെല്ലാം വാലും പൊക്കി ഓടാൻ പോകുന്നുള്ളൂ. പൊട്ടി നുണയട്ടവനാണ് ഈ അടിക്കുന്നവനെന്ന് അടിക്കുന്നവർ ദുഷ്ടത്തിൽ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണ് എന്റെ യൗവനം. ഒരിടത്തൊരിടത്ത് മുന്തിയ ജാതിക്കാരെന്ന് മേനി നടിക്കുന്നവർ ഏറെ ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ ആരെയും കൂസാത്തൊരു ബാലനുണ്ടായിരുന്നു. സ്കൂളിലേക്ക് നടന്നു വേണം പോകാൻ. ഒരിക്കൽ കുറച്ചു കുട്ടികൾ വഴിയിൽ വെച്ച് അവനെ ജാതിപ്പേര് വിളിച്ച് കളിയാക്കി. അമർഷത്താൽ മനസ്സ് നീറിയ ആ പയ്യനും വികൃതി കുട്ടികളുമായി കയ്യാങ്കളിയായി. വീട്ടിലെത്തി അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഒന്നും വേണ്ടിയില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം നല്ല വീതിയും പിടിയുമുള്ള ഒരു അരഞ്ഞാണം അച്ഛൻ സമ്മാനിച്ചു. ആരെങ്കിലും വഴി തടഞ്ഞാലോ കളിയാക്കിയാലോ ഇത് ഊരി അടിക്കണമെന്നും ഉപദേശിച്ചു. തലേന്നത്തെ പക വീട്ടാനായി കുട്ടികൾ അവനെ വീണ്ടും വഴി തടഞ്ഞു. അരഞ്ഞാണം അഴിച്ചെടുത്ത് വീശി അവരെ അടിച്ചൊടിച്ച് അവൻ അരിശം തീർത്തു. കളർകോട്ടെ പണ്ടൊരു നാളിൽ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചവരെ അരഞ്ഞാണം കൊണ്ട് നേരിട്ട ആ കുട്ടിയെ നാം അറിയുന്നത് VS എന്ന പേരിലാണ്. ജീവിതം തന്നെ സമരമായ സഖാവ്. ചുവപ്പണിഞ്ഞ പക്ഷികൾ പറന്നുയർന്നു ചേരുകിൽ തടുക്കയില്ലൊരിന്ദ്രൻ ചുവന്ന സൂര്യനെന്തു ലാൽസലാം. VS എന്ന രണ്ടക്ഷരത്തിന്റെ വിപ്ലവ വീര്യത്തിലേക്ക് സഖാവ് എന്ന ത്രിയക്ഷരം ആവാഹിച്ച ചരിത്ര പുരുഷൻ. VS എന്ന ചുരുക്കെഴുത്ത് നിവർത്തിയാൽ എന്തൊക്കെ കാണാം. വാനിലുയരെ ചെങ്കൊടി പറക്കാൻ ഉയരേകിയ സഖാവിനെ, പട്ടിണിയുടെ രാഷ്ട്രീയാലയിൽ മിനുക്കിയെടുത്ത വാരിക്കുന്തങ്ങളാൽ ജന്മിത്തത്തെയും രാജവാഴ്ചയെയും പൊരുതി കീഴടക്കിയ പോരാളിയെ, കേരളത്തിന്റെ പ്രക്ഷോഭ ചരിത്രത്തിലെ ചുവന്ന പൊട്ടായ പുന്നപ്ര വയലാർ സമരത്തിന്റെ നായകനെ, സമരം തന്നെ ജീവിതമെന്ന ആത്മകഥാപേരിനെ അന്വർത്ഥമാക്കിയ ആക്ടിവിസ്റ്റിനെ, അധ്വാന വർഗത്തിൽ നിന്ന് പടിപടിയായി ഉയർന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തിയ തൊഴിലാളിയെ, പ്രായമേശാത്ത തീവാക്കുകളാൽ ജനസഞ്ചയത്തെ ആവേശത്തിലാഴ്ത്തുന്ന പ്രസംഗകനെ, ആലപ്പുഴയിലെ തയ്യൽ തൊഴിലാളിയിൽ നിന്ന് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാവായി ഉയർന്ന VSന്റെ ജീവിതം സമാനതകളില്ലാത്തതാണ്. പുന്നപ്ര വെന്തലത്തറ കുടുംബത്തിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 VS അച്യുതാനന്ദന്റെ ജനനം. തറവാട്ടുപേര് വെന്തലത്തറ എന്നാണെങ്കിലും പിന്നീട് താമസിച്ച വീടിന്റെ പേരായ വേലിക്കകത്ത് എന്നത് ചേർത്തായിരുന്നു VSനെ നാം അറിഞ്ഞത്. ആരെയും കൂസാത്ത അച്ഛന്റെ പ്രകൃതം മകനെയും സ്വാധീനിച്ചു. ജന്മിത്തവും അയിത്തവും കുഴച്ചുമറിച്ചിട്ട തിരുവിതാംകൂറിന്റെ കഥകൾ കേട്ടായിരുന്നു VSന്റെ ബാല്യം. വസൂരി ബാധിച്ച് അക്കമ്മ മരിക്കുമ്പോൾ അച്യുതാനന്ദന് 4.5 വയസ്സ്. എല്ലാമായിരുന്ന അച്ഛൻ 11ാം വയസ്സിലും ഓർമ്മയായി. താൻ പതിവായി പ്രാർത്ഥിച്ചിട്ടും രോഗം മാറാതെ അച്ഛൻ മരിച്ചതോടെയാണ് കുഞ്ഞുനാളിലെ VS നിരീശ്വരവാദിയായത്. ജ്യേഷ്ഠൻ ഗംഗാധരനായിരുന്നു കുടുംബത്തിന്റെ ചുമതല. വിശപ്പകറ്റാൻ ഉച്ചക്കഞ്ഞി ഇല്ലാത്ത കാലമായതിനാലും പുസ്തകം വാങ്ങാൻ കാശില്ലാത്തതിനാലും 7ാം ക്ലാസ്സിൽ സ്കൂളിനോട് VS സലാം പറഞ്ഞു. ജ്യേഷ്ഠൻ ഏറ്റെടുത്ത അച്ഛന്റെ ജൗളിക്കടയിൽ തുണി മുറിച്ചു കൊടുത്തും ഉടുപ്പു തുന്നിയും സഹായിയായി കൂടി. കടയിലെത്തുന്നവരുടെ വർത്തമാന തീപ്പൊരികൾ VSലേക്കും പടർന്നു. അന്ന് നിയമവിരുദ്ധമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 1940 17ാം വയസ്സിൽ അംഗമായി. ഈ സമയത്താണ് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ ചെറിയൊരു ജോലി കിട്ടിയത്. തൊഴിലാളികളെ കഠിനമായി ചൂഷണം ചെയ്യുന്നത് നേരിട്ട് അനുഭവിച്ചു. അതിനെതിരെ പ്രതിഷേധിച്ച് ആസ്പിൻവാൾ കമ്പനിയിലെ തൊഴിലാളി യൂണിയന്റെ നേതാവായി. ഫാക്ടറിയിലെ പണി കഴിഞ്ഞാൽ രാത്രിയിൽ പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ് ആണ്. P. കൃഷ്ണപിള്ളയും R. സുഗതനും C. ഉണ്ണിരാജയും സംസാരിക്കും. 3 വർഷത്തിന് ശേഷം കോഴിക്കോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം സംസ്ഥാന സമ്മേളനത്തിൽ VS ആലപ്പുഴയുടെ പ്രതിനിധിയായി. മുഴുവൻ സമയ പ്രവർത്തകനായിക്കൂടെ എന്ന P. കൃഷ്ണപിള്ളയുടെ ചോദ്യം മനസ്സിൽ കൊണ്ടു. കുട്ടനാട്ടെ പാടശേഖരമായിരുന്നു ആദ്യ സമരവേദി. വിശ്രമമില്ലാതെ പണിയെടുത്താൽ 2 ഇടങ്ങഴി നെല്ലാണ് കൂലി. കള്ളളവ് പത്രം വെച്ച് അതുപോലും നൽകാതെ പറ്റിക്കും. ജോലി ചെയ്ത് കൂലി വാങ്ങാതെ മുദ്രാവാക്യം മുഴക്കി പിരിഞ്ഞു പോരാൻ തൊഴിലാളികളോട് VS നിർദ്ദേശിച്ചു. 4-5 ദിവസത്തിന് ശേഷം ഭൂവുടമകൾ യഥാർത്ഥ കൂലി കൊടുത്തു. പുന്നപ്ര, പറവൂർ, കളർകോട് എന്നിവിടങ്ങളിലേക്ക് സമരം വ്യാപിച്ചു. പള്ളാത്തുരുത്തിയിൽ ജന്മിമാർ തൊഴിലാളികളെ മർദ്ദിച്ചതോടെ കയ്യാങ്കളിയായി. തൊട്ടു പിന്നാലെ 7 പേരുള്ള കർഷക തൊഴിലാളി കമ്മിറ്റി രൂപീകരിച്ചു. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയന്റെ ആദ്യ രൂപം. KSKTU എന്ന കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ തുടക്കവുമായിരുന്നു. പോരാട്ട തീക്ഷ്ണതയിൽ VS തിളച്ചു മറിയുന്ന കാലം.
ദിവാൻ സർ CP രാമസ്വാമയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ തിരുവിതാംകൂറിൽ പ്രക്ഷോഭം ശക്തിപ്പെടുകയാണ്. അമ്പലപ്പുഴ, ചേർത്തല, പുന്നപ്ര, കളർകോട് എന്നിവിടങ്ങളിൽ പോലീസിന്റെ തേർവാഴ്ചയായിരുന്നു. ഇതിനെ നേരിടാൻ പാർട്ടി തീരുമാനിച്ചു. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന പാർട്ടി അനുഭാവികളുടെ നേതൃത്വത്തിൽ വോളണ്ടിയർ സംഘടനയുണ്ടാക്കി. പോലീസ് വെടിവെച്ചാൽ ഒഴിയാനും വാരിക്കൊന്തം ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്താനും പരിശീലിപ്പിച്ചു. ഇവർക്ക് VS ഉൾപ്പെടെയുള്ളവരാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകിയത്. 400ഓളം പേർ വീതമുള്ള പുന്നപ്രയിലെയും കളർകോട്ടെയും 3 ക്യാമ്പുകളുടെ ചുമതലയായിരുന്നു VSന്. 1946 ഒക്ടോബർ 23 തിരുവിതാംകൂർ രാജാവിന്റെ തിരുനാളായിരുന്നു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി പോരാടാനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനം. പ്രതിഷേധ പ്രകടനത്തിന് 100 കണക്കിന് ആളുകളെത്തി. അന്ന് ഉച്ചയ്ക്ക് ശേഷം പുന്നപ്രയിലെ ക്യാമ്പിലെത്തിയ VSനോട് വാറന്റുള്ളതിനാൽ മാറി നിൽക്കണമെന്നായിരുന്നു പാർട്ടിയുടെ നിർദ്ദേശം. പോലീസ് ക്യാമ്പിനടുത്ത് പ്രകടനമെത്തിയതും ഇൻസ്പെക്ടർ വേലായുധൻ നാടാർ വെടിവെക്കാൻ ഉത്തരവിട്ടു. തോക്കേന്തിയ പോലീസിനെ വാരിക്കുന്തവുമായാണ് സഖാക്കൾ നേരിട്ടത്. ഇൻസ്പെക്ടറുടെ തല വെട്ടിമാറ്റി. പോലീസും പട്ടാളവും നടത്തിയ നരനായാട്ടിൽ 100 കണക്കിന് പേർ രക്തസാക്ഷികളായി. പുന്നപ്രയിലെയും വയലാറിലെയും ചോരച്ചാലുകൾ ചെങ്കൊടികളെ കൂടുതൽ ചുവപ്പിച്ചു. പൂഞ്ഞാറിൽ ഒരു ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെ ഒക്ടോബർ 28 VS അറസ്റ്റിലായി. അഴികളിലൂടെ കാലുകൾ പുറത്തേക്കിട്ട് വിലങ്ങനെ ലാത്തി വെച്ച് കെട്ടി ലോക്കപ്പ് പൂട്ടി. കുറച്ച് പോലീസുകാർ ലോക്കപ്പിന് അകത്തു നിന്ന് തോക്കിന്റെ പാത്തി കൊണ്ടും പുറത്തുള്ളവർ പാദങ്ങളിൽ ചൂരൽ കൊണ്ടും മാറി മാറി അടിച്ചു. ഒരു പോലീസുകാരൻ തോക്കിന്റെ ബയണറ്റ് കൊണ്ട് ഉള്ളംകാലിൽ ആഞ്ഞുകുത്തി. പാദം തുളഞ്ഞ് ബയണറ്റ് അപ്പുറത്തെത്തി. ലോക്കപ്പിലാകെ ചോര ചുറ്റി. VSന്റെ ബോധം പോയി. മരിച്ചെന്ന് കരുതി കാട്ടിൽ ഉപേക്ഷിക്കാനായിരുന്നു തീരുമാനം. കളവ് കേസുകളിൽ പ്രതിയായ കോലപ്പനെയാണ് ഇതിന് പോലീസ് നിയോഗിച്ചത്. ജീപ്പ് മുന്നോട്ടു പോകവേ കോലപ്പൻ VSന്റെ മൂക്കിൽ കൈവച്ചു നോക്കി. ശ്വാസം നിലച്ചിട്ടില്ല. കോലപ്പന്റെ നിർബന്ധത്തിൽ VSനെ പാലായിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ഒന്ന് എഴുന്നേറ്റിരിക്കാനും കാൽ തറയിൽ ഉറപ്പിക്കാനും VSന് സാധിച്ചത്. 1948 ഫെബ്രുവരിയിൽ അദ്ദേഹം ജയിൽ മോചിതനായി. ബയണറ്റ് കുത്തിക്കയറ്റിയതിന്റെ പാട് ശരീരത്തിൽ ഉറച്ചു. ആ വേദനയിൽ ചവിട്ടിയാണ് VS കാടും മലയും താണ്ടിയത്, ജനകീയ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞത്, സമരവേദികളെ ത്രസിപ്പിച്ചത്, പാർട്ടിയെ ജനങ്ങളോട് അടുപ്പിച്ചത്. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2ാം കോൺഗ്രസ്, പിന്നാലെ നിരോധനം. VS ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒളിവിൽ പോയി. 1952 നേതാക്കൾക്കെതിരായ വാറന്റ് പിൻവലിച്ചു. 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. കേസിനെ തുടർന്ന് ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ VSനായിരുന്നു ചുമതല. റോസമ്മ പുന്നൂസ് വീണ്ടും ജയിച്ചു. ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ നിയമവും നടപ്പാക്കി ഇടതു സർക്കാർ ഭരണം തുടരുമ്പോഴായിരുന്നു വിമോചന സമരം. മന്ത്രിസഭ പിരിച്ചുവിടപ്പെട്ടു. ഇതിനിടെ ആശയസംഘർഷം രൂക്ഷമായതോടെ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് VS ഉൾപ്പെടെ 32 പേർ ഇറങ്ങിപ്പോന്നു. പിന്നീട് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന CPMൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി. 1965 നിയമസഭയിലേക്കുള്ള കന്നി മത്സരത്തിൽ തോറ്റ അമ്പലപ്പുഴയിൽ നിന്നാണ് 1967 VS ആദ്യമായി MLA ആയത്. 1970 അമ്പലപ്പുഴയിൽ നിന്നും 1991 മാരാരിക്കുളത്ത് നിന്നും 2001, 2006, 2011, 2016 തെരഞ്ഞെടുപ്പുകളിൽ മലമ്പുഴയിൽ നിന്നും ജയിച്ചു. അമ്പലപ്പുഴയിൽ 1977 മാരാരിക്കുളത്ത് 1996 പരാജയവും അറിഞ്ഞു. 1980 ജനുവരിയിൽ CPM സംസ്ഥാന സെക്രട്ടറിയായ അദ്ദേഹം 1991 ഡിസംബർ വരെ 3 തവണ ആ സ്ഥാനത്ത് തുടർന്നു. 1985 പൊളിറ്റ് ബ്യൂറോ അംഗം, 1992 ആദ്യമായി പ്രതിപക്ഷ നേതാവ്, പിന്നീട് 2001 2011 പ്രതിപക്ഷത്തെ നയിച്ചു. മതികെട്ടാൻ മുല്ലപ്പെരിയാർ, മറയൂർ, മൂന്നാർ, പൂയംകുട്ടി, പ്ലാച്ചിമട, എൻഡോസൾഫാൻ, ഗ്രാഫൈറ്റ് കേസ്, ഇടമലയാർ, ഐസ്ക്രീം പാർലർ കേസ്, കിളിരൂർ തുടങ്ങി ഒരുപാട് വിഷയങ്ങളുടെ കനലെരിച്ചത് VS ആണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം 5150 ദിവസം പ്രതിപക്ഷ നേതാവായ റെക്കോർഡും സ്വന്തം. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി 2006 മേയിൽ 82ാം വയസ്സിൽ VS ചരിത്രം രചിച്ചു.
കണ്ണേ കരളെ എന്ന് ഒരു നേതാവിനെയെ മലയാളി മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുള്ളൂ. കേരളത്തിന്റെ മണ്ണിന്റെയും മനസ്സിന്റെയും പരിസ്ഥിതിയുടെയും രാഷ്ട്രീയ ജാഗ്രതയുടെയും കാവലാളായിരുന്നു VS.